ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുകയാണ്. എല്ലാ ഭാഗത്തും മഴയായതുകൊണ്ട് ഇപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണല്ലേ മൊത്തത്തിൽ. ചിലരെങ്കിലും ചോദിക്കുന്നുണ്ട് ഇവിടെ സേഫാണോ, കുഴപ്പമൊന്നുമില്ലേ, മഴൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല. എന്നാലും ഒരു പുഴയുണ്ട്. ടൗണിലേക്ക് പോകുന്ന ഭാഗത്താണ് ഈ പുഴയുള്ളത്. അപ്പോൾ പുഴ നിറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കൊക്കെ നിൽക്കും. പിന്നെ വെള്ളം ഒന്ന് കുറയുന്നത് വരെ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാനായിട്ട് പറ്റില്ല. പിന്നെ വേറെ പേടിക്കാനൊന്നുമില്ല. എന്നാലും മഴ ഇങ്ങനെ നിർത്താതെ പെയ്യുമ്പോൾ വല്ലാത്തൊരു ആവലാതിയാണല്ലേ. പല ഭാഗത്തും പല പ്രശ്നങ്ങളും കേൾക്കുമ്പോൾ അത് കേട്ടിട്ട് നമുക്ക് ഇരിക്കാൻ തന്നെ തോന്നില്ല. പിന്നെ അവർ അനുഭവിക്കുമ്പോൾ അവരുടെ വിഷമം എത്രയാണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ്. ഞായറാഴ്ച റെഡ് അലേർട്ടൊക്കെ ആയിരുന്നു പാലക്കാട് ഭാഗത്ത്. അതുകൊണ്ട് തന്നെ ഇന്ന് മദ്രസ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മക്കൾ നല്ല രീതിയിൽ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ അവരെയൊന്നും ശല്യം ചെയ്യാതെ ഞാൻ കിച്ചണിൽ കയറി സൗണ്ട് ഇല്ലാതെ ഓരോ പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ പാലപ്പമാണ് റെഡിയാക്കുന്നത്. പൊൻകതിറിൻ്റെ പാലപ്പം മിക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യമായിട്ടാണ് ഞാൻ പാലപ്പം ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇതിപ്പോൾ എങ്ങനെ വരുന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ നല്ല പൊടിയായിരുന്നു, നല്ല രീതിയിൽ പുളിച്ച് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ നേരത്തെ പാലപ്പം ഉണ്ടാക്കാനായിട്ട് വെക്കുമ്പോൾ തലേന്ന് രാത്രി തന്നെ മാവൊക്കെ കൂട്ടി സെറ്റാക്കി വെക്കും. അപ്പോൾ കാലത്താവുമ്പോഴേക്കും അത് പുളിച്ച് നല്ല സെറ്റായി പതഞ്ഞ് വന്നിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഞാൻ പാലപ്പം നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ പൊടി വെച്ചിട്ട് ആദ്യമായിട്ട് ഞാൻ ചെയ്ത് നോക്കിയതായിരുന്നു. ഇവിടെ എല്ലാവർക്കും പാലപ്പം നല്ല രീതിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാനിപ്പോൾ കുറേ ആയിട്ട് പാലപ്പം ഉണ്ടാക്കലില്ല. ഈസ്റ്റൊന്നും അത്രയ്ക്ക് നല്ലതല്ലല്ലോ ശരീരത്തിന്. പിന്നെ തേങ്ങ വെള്ളം പുളിപ്പിക്കാനായിട്ട് എടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനതൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇനി എപ്പോഴെങ്കിലും ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറയാം. ഇതിപ്പോൾ എന്തായാലും പാലപ്പത്തിൻ്റെ പൊടി വാങ്ങിയത് കാലത്ത് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. പരിപാടി എളുപ്പമാണ്. എന്നെ പോലുള്ള മടിച്ചുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഈസി മിക്സ് എന്തായാലും ഉപയോഗപ്പെടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്, നല്ല രീതിക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റൊക്കെയാണ്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാലപ്പത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി വരുമ്പോഴേക്കും പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാല് കുട്ടികൾക്കുള്ളത് മാറ്റി വെച്ച് പിന്നെ ഞങ്ങൾക്കുള്ളതിൽ കുറച്ച് പൊടി ചേർത്തിട്ടുണ്ട്, ചായപ്പൊടി ചേർത്തിട്ടുണ്ട്. അങ്ങനെ ചായ റെഡിയായപ്പോൾ ചായ കുടിക്കാനായിട്ട് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇക്കാൻ്റെ കൂടെ പോയിരുന്ന് ചായ കുടിക്കട്ടെ. മക്കളൊന്നും എണിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. സൗണ്ട് ഇല്ലാതെ തന്നെ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഞാൻ പ്രത്യേകം നോക്കും. പിന്നെ ഇവിടെ നല്ല പോലെ ഉറുമ്പ് വരും. ചായൻ്റെയൊക്കെ മധുരമൊക്കെ വീണിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉറുമ്പ് വരും. അതൊന്ന് വേഗം ക്ലീൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ പിന്നെ കൗണ്ടർ ടോപ്പ് നിറച്ച് ഉറുമ്പായിരിക്കും. പിന്നെ അതിനെ ഓട്ടിക്കാനായിട്ട് ഞാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ കൈയോട് തന്നെ അവിടേക്ക് ഒന്ന് നീറ്റാക്കിയാൽ പിന്നെ അതിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല. ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ട്. 1 മണിക്കൂറെങ്കിലും ഇത് മാക്സിമം വെക്കണം, എന്നാലേ ഇത് പുളിച്ച് നല്ല സെറ്റായിട്ട് വരുള്ളൂ. നല്ല രീതിക്ക് തന്നെ പൊങ്ങി പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് തിക്കായി എന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് വെള്ളം ചേർക്കുക. ഇത് നല്ല രീതിക്ക് തന്നെ തിക്കായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ അപ്പം ചുടുമ്പോഴാണെങ്കിൽ പോലും നല്ല രീതിക്ക് തിക്ക് ഉണ്ടായിരുന്നു. പാലപ്പത്തിന് കറിയായിട്ട് കുറച്ച് ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ വേറെ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല. വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് പിന്നെ ബാലൻസ് ആയി പോവും. അപ്പോൾ ഇതെന്തായാലും ചൂടാക്കാമെന്ന് വിചാരിച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ അപ്പച്ചട്ടി ഫ്രൈ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്താണ് കൂടുതലായിട്ടും ഞാൻ എടുക്കാറ്. ഇതിപ്പോൾ എന്തായാലും ഇന്ന് പാലപ്പം ഉണ്ടാക്കുമ്പോൾ ഇതിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും മക്കളൊക്കെ ഓരോരുത്തരായിട്ട് എണീറ്റ് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ എന്താണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് അറിയാനായിട്ട് കിച്ചണിൽ കയറിയിട്ടുണ്ട് മോള്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ആയിട്ട് നിങ്ങൾക്ക് നല്ല രീതിക്ക് മഴൻ്റെ സൗണ്ട് കേൾക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ മഴ പോയിട്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ വീഡിയോ ഇടുന്നത് ഡിലേ ആയി പോവും. അപ്പോൾ മഴൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിന്നാൽ വോയിസ് ഓവർ കൊടുക്കൽ നടക്കില്ല. നിങ്ങൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റൂ. പിന്നെ നമ്മൾക്ക് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ വരുന്നുണ്ട്. അതിലൊത്തിരി സന്തോഷം. നമുക്കിപ്പോൾ 1K ആവാനായിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തിനുള്ളിൽ 1K ആവുമോ എന്ന് എനിക്കറിയില്ല.
എന്തായാലും നമ്മുടെ കുഞ്ഞു ഫാമിലി അങ്ങനെ വളർന്ന് 1K എന്ന സ്വപ്നത്തിലേക്ക് എത്താനായിട്ടുണ്ട്. എത്തിയാലും ഇല്ലെങ്കിലും ഇതുവരെ എത്താനായിട്ട് പറ്റിയതിൽ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. ഈ ഒരു സപ്പോർട്ട് മുൻപോട്ടുള്ള എൻ്റെ ജേണിയിലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ വീഡിയോസ് പുതുതായിട്ട് കണ്ടവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും വിട്ടുപോകണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് തന്നെ കമൻ്റായിട്ട് പറയാം. എന്നാലേ എനിക്ക് നിങ്ങളുടെ കാഴ്ചപ്പാട് എനിക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ എൻ്റെ വീഡിയോസിൽ ചേഞ്ചൊക്കെ കൊണ്ടുവരാനായിട്ട് നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാലത്തുള്ള കുട്ടി കുട്ടി വിശേഷങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇന്ന് കാര്യമായിട്ട് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഹോം ടൂർ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ഹോം ടൂർ വീഡിയോ ഇന്നത്തെ ദിവസം തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ കൂടെ ജോയിൻ്റ് ആയിട്ട് ആ ഒരു വീഡിയോ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ 10-20 മിനിറ്റിന് മേലെ ഉണ്ട് വീഡിയോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോം ടൂർ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എഡിറ്റിംഗ് വർക്ക് കഴിഞ്ഞാൽ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പാലപ്പം എങ്ങനെയുണ്ട് എന്നുള്ളത് കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. ചൂടോടെ തന്നെ കഴിച്ച് നോക്കുന്നുണ്ട്. കുഴപ്പമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടേസ്റ്റാണ്. പക്ഷേ നമ്മൾ മാവൊക്കെ ആക്കി ബാറ്ററൊക്കെ സെറ്റാക്കി വരുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നും വന്നിട്ടില്ല. എന്നാലും ഇത് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഈസി ആയിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാവും, ഇഷ്ടമാവാതിരിക്കില്ല. മാവ് കലക്കുക, ചുടുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ഒക്കെ ഒന്ന് പുളിച്ച് പൊങ്ങാനായിട്ട് വെക്കേണ്ടി വരും, അത്രയും മാത്രം. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണെങ്കിലും മഴയാണെങ്കിലും ഇക്കാക്ക് ഒഴിവൊന്നുമില്ല. ഇക്ക വർക്ക്ഷോപ്പ് തുറക്കാൻ പ്ലാൻ ചെയ്തിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. ഇന്നൊരു ദിവസമെങ്കിലും ലീവാക്കിക്കൂടെ എന്ന് ഞാൻ പറയും. ഞായറാഴ്ച ഒരു ദിവസമെങ്കിലും ലീവാക്കിക്കൂടെ എന്ന് പറയാറുണ്ട്. പക്ഷെ അർജൻറ്റായിട്ടുള്ള വർക്കുള്ളതുകൊണ്ട് അങ്ങനെ ലീവൊന്നും ആക്കുന്നില്ല. അങ്ങനെ ഇക്കാക്കുള്ള ഫുഡൊക്കെ കൊടുത്തു. ഇക്കാക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഈ അഭിപ്രായം പറയുന്നത്. പിന്നെ ഇക്ക മിക്കവാറും കാലത്ത് കിച്ചണിൽ തന്നെ ഇരുന്നിട്ടായിരിക്കും ഫുഡ് കഴിക്കാറ്. എൻ്റെ കൂടെ ഓരോന്ന് പറഞ്ഞിട്ടൊക്കെ ഇരുന്ന് അങ്ങനെ കഴിക്കും. മിക്ക ദിവസങ്ങളിലും എനിക്ക് ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് സമയം കിട്ടില്ല. ഞാനിവിടെ തിരക്ക് കൂട്ടിയിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ. അപ്പോൾ ഇക്ക ഇവിടെ ഇരുന്നിട്ട് തന്നെയായിരിക്കും കഴിക്കാറ്. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് കിച്ചണിൽ നിൽക്കുന്നതിൻ്റെ ഫീൽ എനിക്കും ഉണ്ടാവില്ല. ഇക്ക ഒറ്റയ്ക്കാണ് കഴിക്കുന്നത് എന്നുള്ള ഫീൽ ഇക്കാക്കും ഉണ്ടാവില്ല. അപ്പോൾ കിച്ചണിൽ തന്നെയാണ് രാവിലെ മിക്കവാറും ഇക്ക ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുക. അങ്ങനെ പാലപ്പമൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ലൂസാക്കി എടുത്തപ്പോൾ നല്ല രീതിക്ക് തന്നെ ചിറ്റിച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാ പാലപ്പം ഇങ്ങനെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പാലപ്പം, അടിപൊളിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യുക. പിന്നെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ആരും പ്രൊമോഷൻ വീഡിയോ ആണോ എന്നൊന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഇതിപ്പോൾ ഞങ്ങൾ പൈസ കൊടുത്ത് മേടിച്ച പൊടി തന്നെയാണ്. അപ്പോൾ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. പിന്നെ നെയിലിൽ ഏത് മൈലാഞ്ചി ഇട്ടിട്ടുള്ളത് എന്നുള്ളത് 1-2 പേരൊക്കെ ആയി ചോദിക്കുന്നു. അപ്പോൾ നെയിലിൽ ശർക്കര മൈലാഞ്ചിയാണ്, നെയിൽ കോണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് തരാം. അപ്പോൾ നിങ്ങൾക്ക് അവർ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ പുറത്തെ അന്തരീക്ഷം എന്താണെന്ന് നോക്കാനായിട്ട് പുറത്തിറങ്ങിയപ്പോൾ നല്ല രീതിക്ക് വെയിലുണ്ട്, എന്നാൽ മഴക്കാറ് വരുന്നുമുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഫുൾ മഴയാണെന്ന് തന്നെയാണ് തോന്നുന്നത്. മഴക്കാറ് നീങ്ങി വരുന്നുണ്ട്. ബാക്കിലുള്ള പാടമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുഴ പോലെ നിറഞ്ഞ് കിടക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഇക്കാക്ക് സമയമായപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് വന്നു. ഇക്ക മോനെയും കൊണ്ട് ഒരു റൗണ്ട് ഇങ്ങനെ പോവും. മോൾക്ക് അങ്ങനെ വലിയ കാര്യമില്ല, പക്ഷെ മോള് ചെറുതായിരുന്ന സമയത്ത് ഇതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ അവൻ വാപ്പാൻ്റെ കൂടെ ഒരു റൗണ്ട് പോയിട്ട് ഇങ്ങനെ ഇറങ്ങി വാപ്പാനെയും നോക്കി നിൽക്കുകയാണ്. സ്നാക്സൊക്കെ വാങ്ങിയിട്ട് വരണേ എന്നുള്ള ആ ഒരു ഓർഡറൊക്കെ പറഞ്ഞിട്ടാണ് വാപ്പാനെ വിടുള്ളൂ. അങ്ങനെ പുറത്ത് നിന്നപ്പോഴാണ് നമ്മുടെ ചെടികളൊക്കെ ഞാൻ ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ട് സൈഡിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്പൈഡർ പ്ലാന്റിൽ പൂ വരുന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. സ്പൈഡർ പ്ലാന്റിൽ നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞു പൂവ് വെള്ള കളറിലായിട്ട് നല്ല ഭംഗിയുണ്ട്. ചെറിയൊരു മുല്ലപ്പൂവിൻ്റെയൊക്കെ ഒരു ഇതുപോലെ തോന്നി. എന്തായാലും സ്പൈഡർ പ്ലാന്റിൽ പൂ വരുന്നുള്ള വിഷയം എനിക്കറിയില്ലായിരുന്നു. ഇതിലിപ്പോൾ എന്തായാലും വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു വള്ളി പോലെ ഇങ്ങനെ പോയിട്ട് ആ തലപ്പത്തായിട്ടാണ് പൂവ് നിൽക്കുന്നത്. എന്തായാലും കാണാനും നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോഴേക്കും മക്കളുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്, ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്.
ഇതിപ്പോൾ നമ്മുടെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള വീട്ടിലെ കുട്ടിയാണ്. അപ്പോൾ അവൾ വന്നപ്പോൾ ഇങ്ങനെ ഡാൻസൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് മോൻ. അപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഇന്നെന്തായാലും ഹോം ഡോർ തന്നെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഹോം ഡോറൊക്കെ ഷൂട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അതന്നെ പോസ്റ്റ് ചെയ്യാനായിട്ട് നോക്കാം. മക്കളുടെ കൂടെ ഇങ്ങനെ പുറത്ത് നിന്നപ്പോഴാണ് പെട്ടെന്ന് തോന്നിയത് എന്നാൽ പിന്നെ ഇന്ന് ഹോം ഡോർ ചെയ്യാമെന്നുള്ളത്. ഇക്ക പോകുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ലഞ്ച് പുറത്തുനിന്ന് മേടിച്ചിട്ട് വരാമെന്നുള്ളത്, ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കാര്യമായിട്ട് പണിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഹോം ഡോറിന് മെനക്കെടാന്ന് വിചാരിച്ച് ഹോം ഡോറിൻ്റെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇക്ക വരുമ്പോൾ കൊണ്ടുവന്ന മന്തിയും അൽഫാമും ഒക്കെ കൂടിയിട്ടാണ് ഇന്നിപ്പോൾ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോ ഒരിക്കലും മിസ് ചെയ്യരുത്. അപ്പോൾ ഹോം ഡോറിൻ്റെ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.